ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റെമിൻ ദ മാസ്റ്റർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ ചില്ലി ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് തീരെ കനം കുറച്ച് കട്ട് ചെയ്ത പീസാണ്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഉള്ളു വെന്ത് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാല എന്തൊക്കെയാണ്? ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള വേറെ മുളക് പൊടി ഒന്നും എടുക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചി വലിയ പീസ്, വെളുത്തുള്ളി 20 എണ്ണം, കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറുത്തിടാൻ ആവശ്യത്തിന് കാശ്മീരി മുളക് മുഴുവനായിട്ടുള്ളത്, പിന്നെ അതിൽ കാശ്മീരി മുളക് തന്നെ ചതച്ചത്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി സ്വല്പം എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുതിനയില, കറിവേപ്പില, മല്ലിയില സ്വല്പം അധികം വേണേ. അതിൻ്റെ പകുതി പുതിനയിലയും പകുതി കറിവേപ്പിലേ പാടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ. ഫസ്റ്റ് ഉള്ളി ഇട്ട് കൊടുത്തു. മുളക് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞ് വരത്തില്ല കേട്ടോ. ഇഞ്ചി അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പുതിനയില കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, എന്നാലേ നല്ലതായിട്ട് അരഞ്ഞു വരുള്ളൂ. കരിവേപ്പിലയും കൂടി ചേർത്ത് ഇത്രയും നമുക്ക് ആദ്യം അരച്ചെടുക്കാവേ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യമേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഉപ്പ് ചേർത്ത് അരച്ചെടുക്കുക. ഇനി ഇത്ര അരച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. മീറ്റിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. മസാല ഇട്ട് കൊടുത്തു. കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യം, മീറ്റ് എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുവാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട്, ഉപ്പ് ആദ്യമേ നമ്മൾ ചേർത്താണ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. സ്വല്പം വിനീഗർ ഒഴിക്കുവാണ്. വിനീഗർ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ചിലർ ഇതിൽ തൈര് ചേർക്കും. തൈര് ചേർത്ത് കഴിയുമ്പം പിന്നെ വിനീഗറും ലെമൺ ജ്യൂസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ തൈര് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇപ്പം ഇനി നമുക്ക് ഒരു 2-3 hours നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് എണ്ണ ചൂടായി ഇട്ട് കൊടുക്കാവേ. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില അതിൻ്റെ മേളിലേക്ക് നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. സ്വല്പം സവാളയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, എന്നാലും സ്വല്പം കൂടി ആകാനുണ്ട്. നമ്മുടെ ആ ഗ്രീൻ കളർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഗ്രീൻ കളർ മാറും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ ഫുഡ് കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ കളർ മാറി വരുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാവേ. അതിൽ നിന്ന് ആ എണ്ണയൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കരിവേപ്പില ഇട്ട് പച്ചമുളക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാവേ. അത് എണ്ണയിൽ കിടന്ന് ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതും കോരി എടുക്കാം എണ്ണയിൽ നിന്ന്. അപ്പം നമുക്ക് ബീഫ് ഫ്രൈ ഒന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റി നോക്കിയേ. ഇത് രസാല കാണാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അതുപോലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത്. ഓക്കെ, ബൈ.